കമ്മ്യൂണിക്കേറ്റീവ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്ന ഒറ്റപ്പാലത്ത് നിന്നും 1 കിലോമീറ്റർ മാറിയിട്ടുള്ള വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ അമ്പലങ്ങൾ, പള്ളികൾ, ദേവാലയങ്ങൾ എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. നമുക്ക് അതായത് ഒറ്റപ്പാലം ടു ചെർപ്പളശ്ശേരി റോഡിൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള സ്ഥലത്തിൽ നിന്നും നമുക്ക് മെയിൻ ടാർ റോഡിൽ നിന്നും 500 മീറ്റർ മാറിയിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ 11ഓളം വരുന്ന സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് വീട്. നമുക്ക് എല്ലാം റോയൽ ബസാർ അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയും കൂടിയാണ്. ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഒക്കെയാണ്. ഇതാണ് നമ്മുടെ വീട്. 11 സെൻറ്റ് സ്ഥലത്തിൽ 1850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. 4 BHK വീടാണ്. നമുക്കിവിടെ കാർ പാർക്കിംഗ് കാണാം, കാർ പോർച്ച്, സിറ്റ് ഔട്ടാണ്. ഇപ്പോൾ മൂന്ന് നിലകളായിട്ടാണ്. മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുറ്റത്ത് അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ റോഡും അടുത്തടുത്തുള്ള വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. നമുക്ക് സ്കൂളുകൾ ഒക്കെ അടുത്തുണ്ട്. ഇതിൽ നമുക്ക് മുതൽ മോള് വരെ പാറ വെച്ച് പടുത്തതാണ്. വെള്ളമുള്ള ഒരു കിണറാണ്. ഇത് കൂടാതെ നമുക്കിതിൽ കുഴൽക്കിണറും ഉണ്ടെന്നാണ്, പൈപ്പ് ലൈനും ഉണ്ട്. ഇത് നമുക്കിവിടെ കാണാം. ഈ തൊടിയും കൂടി ഇതിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. ഇതിൽ ഒരു 5-6 തെങ്ങ്, നല്ല കായ്ക്കുന്ന തെങ്ങുകൾ നമുക്ക് കാണിച്ചു തരാം. അതുകൂടാതെ ഇവിടെ ഒരു വിറക് വര കാര്യങ്ങളൊക്കെ ഉണ്ട്. കുരുമുളക് നമുക്ക് ഇതിലൊക്കെ കുരുമുളകാണ്. മാവിലും തെങ്ങിലടക്കം കുരുമുളക് അവർ കയറ്റിവിട്ടിട്ടുണ്ട്. പക്ഷെ കുരുമുളക് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിഞ്ഞു. കുരുമുളകൊക്കെയാണ് ഒരു നല്ല അവർക്ക് ആവശ്യമുള്ള ഒരു കൊല്ലത്തേക്കുള്ള കുരുമുളക് കാര്യങ്ങളൊക്കെ ഇരുന്ന് കിട്ടുന്നുണ്ട്. അതേമാതിരി തേങ്ങ അതേമാതിരി കിട്ടുന്നുണ്ട്. തൊടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഗേറ്റ്, പുറത്തൊരു ഗേറ്റ് കാണുന്നുണ്ട്. അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പോർഷൻ ഒഴിച്ചിട്ടാണ്. ഇതാണ് കുരുമുളക്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ പറിച്ച കുരുമുളകെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു 4ഓളം തെങ്ങ് വരുന്നുണ്ട്. എല്ലാം നിറയെ കായ്ക്കുന്ന തെങ്ങാണ്. അതേമാതിരി പിന്നെ ക്രിസ്മസ് ട്രീ, പേരമരം ഒക്കെ ഉണ്ട്. നമുക്ക് പിന്നാമ്പുറത്താണ് നമ്മൾ വന്നത്. ഇവിടെയും തെങ്ങുണ്ട്. അപ്പോൾ നമുക്ക് ഈ 11 സെൻറ്റിൽ 5-6 തെങ്ങുകൾ, നല്ല കായ്ക്കുന്ന തെങ്ങുകളുണ്ട്. ഫ്രണ്ട് പോർഷൻ കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിത്തിരിച്ചതാണ്. ഫ്രണ്ട് പോർഷനാണ് ടൈൽസ് ഇട്ടേക്കുന്നത്. മനോഹരമായ ടൈൽസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഹാള്, ഷോക്കേഴ്സ് ഒക്കെ കാണാം. ഇവിടെ ഒരു ബെഡ്റൂമും പുറത്ത് മാറിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്.
അപ്പം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞ് നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. താഴത്തെ നമ്മൾ അപ്സ്റ്റേറിലേക്ക് കയറുന്ന പോർഷനാണ്. അതേമാതിരി ഡൈനിങ് ഹാള്, കിച്ചണാണ്, സ്റ്റോർ റൂം, പിന്നെ നമുക്കിവിടെ വർക്ക് ഏരിയ കം കിച്ചണുണ്ട്. ഉള്ള കിച്ചൺ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുക്കള പുറമാണ് മുന്നേ കണ്ടത് തന്നെയാണ്, ഒന്നുകൂടി ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഇനി നമ്മൾ അപ്സ്റ്റേറിലേക്ക് പോകണം. അപ്സ്റ്റേറിൽ 2 ബെഡ്റൂമാണ് സ്ഥിതി ചെയ്യുന്നത്. പെയിൻറ് ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് അലമാര കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ കൊതുക് നെറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അത് കാണാം. അതിന് മുമ്പ് ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇതിലെല്ലാം യൂറോപ്യൻ ക്ലോസറ്റാണ് എല്ലാ പോർഷനും കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തുണിയൊക്കെ തിരുമാനായിട്ടുള്ള ഓപ്പൺ ടെറസാണ്. നല്ല സ്പേസ് ഉണ്ട്. മോൾ ഭാഗത്തും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി നോക്കാൻ മതി. ചെറു തേനീച്ചയുടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് മോൾ ടെറസ് പോർഷൻ. നല്ല സൗകര്യമുള്ളൊരു പോർഷനാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പോർഷനാണ്. നമുക്ക് ബാൽക്കണി ഭാഗം നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും വിളിക്കുക. ഇത് 11 സെൻറ്റ് സ്ഥലവും 1850 സ്ക്വയർ ഫീറ്റും കൂടെ 60 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീണ്ടും കാണും വരെ ആരോഗ്യ സൈനിങ് ഓഫ്.